Hello guys, welcome to market analysis video. Today 18th April Thursday ഇന്ന് നിഫ്റ്റിയിൽ എക്സ്പയറി ഡേ ആയിരുന്നു. സോ ആദ്യമായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ഏത് ട്രേഡ് പ്ലാനാണ് ഇന്ന് നിഫ്റ്റിയിൽ വർക്കായതെന്ന് നമ്മൾ ആദ്യം നോക്കാം. സോ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഹോൾ ടൈം ഹൈന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെൽ ഓഫ് തന്നിട്ടാണ് കഴിഞ്ഞ 3 ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നലത്തെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞത് ഈവൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു സെല്ലിംഗ് സൈഡാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു റീട്രേസ്മെന്റ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സെക്കൻഡ് ഹാഫ് സെൽ ഓഫ് ആണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു റീട്രേസ്മെന്റ് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവൂ. സോ ഫസ്റ്റ് ഒരു സെല്ലിംഗ് സിങ് ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് തീർച്ചയായും നമുക്കൊരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ആവും, ഒരു റീട്രേസ്മെന്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. കാരണം മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസം ഒരു മേജർ റീട്രേസ്മെൻ്റ് ഒന്നും നടക്കാതെയാണ് സെൽ ഓഫ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഷാർപ്പ് സെല്ലിംഗ് ആണ്. സോ ഇന്ന് ചെറിയൊരു റീട്രേസ്മെന്റ് എടുത്തിട്ട് തന്നെയാണ് മാർക്കറ്റ് സെൽ ഓഫ് ആവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആ ട്രേഡ് പ്ലാൻ ചെയ്തത്. സോ അതെന്തായാലും ഒരു നല്ല ട്രേഡായിരുന്നു. സോ ഇനിയിപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് നോക്കാം. മാർക്കറ്റ് ഇപ്പോഴും ഒരു ബെയറിഷ് ട്രെൻഡിൽ തന്നെയാണ്. ഈ സെക്കൻഡ് ഹാഫിലുള്ള ഒരു ഷാർപ്പ് സെല്ലിങ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സോ മാർക്കറ്റ് റിക്കവറി ആവാനുള്ള ഒരു പോസിബിലിറ്റിയും ഇതുവരെ മാർക്കറ്റ് കാണിച്ചിട്ടില്ല. ഇന്ന് ഫസ്റ്റ് ഹാഫിൽ ഒരു ഡേ ഹൈ ഒക്കെ ക്രോസ് ചെയ്ത് ചെറിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ന്യൂസ് ബേസ്ഡ് അല്ലെങ്കിൽ ഇത്രയും ഷാർപ്പായ ഒരു സെല്ലിങ് ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. നിങ്ങളുടെ റിസ്കിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക. കാരണം മാർക്കറ്റ് വളരെ വളറ്റൈലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണം നമ്മൾ മിനിയാന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്ന്, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങളും. രണ്ടാമത്തത് US മാർക്കറ്റിലുണ്ടാവുന്ന ഒരു ബെയറിഷ്നെസ്സും ഒക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. പിന്നെ മൂന്നാമത്തത് ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള ഒരു ടാക്സ് ഇഷ്യൂ, ഫോറിൻ ഇൻവെസ്റ്റർക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഗവൺമെൻറ് കൈക്കൊള്ളാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അതാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കഴിഞ്ഞ 4 ദിവസമായിട്ട് ഫോറിൻ ഇൻവെസ്റ്റർ ഹെവി സെല്ലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും 4000 ക്രോറിൻ്റെ മുകളിൽ അവർ സെല്ലിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഏകദേശം 20,000 ക്രോറിൻ്റെ സെല്ലിംഗ് ആണ് ഈ FIA നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് തോന്നുന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സോ അതിനിപ്പം എന്തായാലും ആ വിഷയം ഇനിയും സർക്കാർ പുതിയ ഗവൺമെൻറ് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ ഡിസ്കസ് ചെയ്യൂ എന്ന് തോന്നുന്നു. സോ അതുവരെ മാർക്കറ്റ് ഒരു ബിയറിഷ് ആയിരിക്കാനാണ് സാധ്യതയുള്ളത്. സോ ഇനി ഏതായാലും നമുക്ക് നാളത്തെ ട്രേഡ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ മുതൽ ഇനി ഒരു പ്രോപ്പറായിട്ട് ഒരു സെല്ലിംഗ് സൈഡ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് പ്രിയോറിറ്റി സെല്ലിംഗ് സൈഡും സെക്കൻഡ് പ്രിയോറിറ്റി നമുക്ക് ബൈയിങ് സൈഡും കൊടുക്കണം. കാരണം മാർക്കറ്റ് ഇപ്പോഴും നല്ലൊരു ഷാർപ്പ് സെല്ലിങ് തന്നുകൊണ്ട് തന്നെ നാളെയും ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവില്ല, റിക്കവറി ഉണ്ടാവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2 സൈഡും ട്രേഡ് നമുക്ക് വാച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൂവ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ, ആ സെല്ലിങ്ങിൻ്റെ സ്ട്രെങ്ത് ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമുക്കിനി ഒരു പ്ലാൻ ചെയ്യാൻ പറ്റൂ. സോ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇൻ കേസ് ഇന്ന് ക്ലോസ് ചെയ്ത് അവിടെ തന്നെ അല്ലെങ്കിൽ കുറച്ച് താഴെയൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ബൈയിങ് ഒരു സെല്ലിംഗ് ആണ് പോകുന്നതെങ്കിൽ ഇന്നത്തെ പോലെ നമ്മൾ സാധാരണ പ്ലാൻ ചെയ്യുന്ന ഒരു റിവേഴ്സൽ പ്ലാൻ നമുക്കിവിടെ പോസിബിൾ അല്ല. കാരണം ഇങ്ങനെ ഒരു മാർക്കറ്റിൽ അങ്ങനെ ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബിയറിഷ് കൺസോളിഡേഷൻ ഒക്കെ ഇങ്ങനെ ഒരു റിവേഴ്സ് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു വീക്ക് ക്യാൻഡിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് നോക്കാം. സോ ഇവിടെ നിങ്ങൾ ഈ റിവേഴ്സൽ ട്രേഡ് തീർച്ചയായിട്ടും ഒഴിവാക്കണം. മാർക്കറ്റ്
റിവേഴ്സ് അങ്ങനെ ഷാർപ്പ് ഒരു സെല്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ റിക്കവറി ഒരു ഷാർപ്പായിട്ട് റിക്കവറി പോസിബിൾ അല്ല. അതാണ് അതിൻ്റെ റീസൺ. പിന്നെ രണ്ടാമത്തെ ട്രേഡ് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ബൈയിങ് സൈഡാണ് മൂവിൻ്റെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ന് സംഭവിച്ച ഈ സെല്ലിംഗ് ഒരു ഷാർപ്പ് സെല്ലിംഗ് നടന്നിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്തിട്ട് അത് ഈ ഒരു പോയിന്റ് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ടൊക്കെ തന്ന് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് ഇവിടെ റീടെസ്റ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ് ഒരു ട്രേഡ് നോക്കാം. സോ ഇത് രണ്ടും മാത്രമാണ് നാളത്തേക്കുള്ള ട്രേഡ്. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, കാരണം മാർക്കറ്റ് സെല്ലിംഗ് ആണ്, ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് മാർക്കറ്റ്. കാരണം മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വളരെ ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു റിക്കവറി മാർക്കറ്റ് ഇതുവരെ കാണിച്ചിട്ടുമില്ല. സെല്ലിംഗ് സൈഡ് തന്നെയാണ് മാർക്കറ്റ് പ്രിഫർ ചെയ്യുന്നത്. മെയിൻ പറഞ്ഞത് ഫോറിൻ ഇൻവെസ്റ്റർ ഹെവി സെല്ലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ സെല്ലിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഒരു റിക്കവറിക്ക് സാധ്യതയുള്ളൂ എന്ന് തോന്നുന്നു. സോ അതുവരെ നമ്മൾ മാക്സിമം ചെറിയ ട്രേഡൊക്കെ എടുക്കുക, നല്ല ഒരു ഷുവർ ട്രേഡ് മാത്രം നോക്കുക. കാരണം എല്ലാ ട്രേഡിലും നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ആവാൻ അല്ലെങ്കിൽ കണ്ട ട്രേഡൊക്കെ എടുത്ത് നമ്മൾ വെറുതെ മണി നഷ്ടപ്പെടുന്നതിനുള്ള ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ക്യാപിറ്റൽ നമ്മളുടെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ട്രേഡ് ഇന്നില്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മാർക്കറ്റ് റിക്കവറി ആകുമ്പോൾ നല്ല ട്രേഡ് വരും. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ട്രേഡ്. അല്ലാണ്ട് നമുക്ക് എല്ലാ ദിവസവും ഒന്ന് മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമുക്ക് മാറി നിന്നാലാണ് ഏറ്റവും നല്ലത്. സോ അതുകൊണ്ട് നാളത്തെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്, നാളെ ജസ്റ്റ് വാച്ച് ചെയ്യുക. നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് മാത്രം കിട്ടുമെങ്കിൽ മാത്രം എടുക്കുക. ചിലപ്പോൾ നാളെ ഇന്നത്തെ പോലെ ഷാർപ്പ് സെല്ലിങ്ങും പോസിബിൾ ആണ്. കാരണം ഇവിടെ മെയിൻലി ഇവിടെ താഴെ ഒരു സപ്പോർട്ട് ഉണ്ട്. മെയിൻ സപ്പോർട്ട് വരെ മാർക്കറ്റ് ചിലപ്പോൾ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടെ 21,780 വരെ മാർക്കറ്റ്, 21,800 വരെ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ ആളുകൾക്ക്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.